എടി ഞാൻ മാസ് വൺ മിഷന്റെ ടെസ്റ്റ് ചെയ്തിരിക്കുക. ആ ചൊവ്വ ദൗത്യല്ലേ അതന്നെ. അത് കിട്ടിയ എനിക്ക് എന്തൊരു വെയിറ്റ് ആണെന്നറിയോ. നാട് ഒട്ടുക്കിന്നെ അറിയും. പത്രക്കാരും ചാനലുകാരും ഒക്കെ വന്നിട്ട് എന്നെ പൊതിയും. ടെസ്റ്റ് ഒക്കെ നല്ലോണം എഴുതിയിട്ടുണ്ട്. ആ പടച്ചോ വിചാരിച്ചു ഞാൻ ചൊവ്വയിലെത്തും. ആ ഏത് നേരം നോക്കിയാലും ഫോണിലാണല്ലോ. പോയി കുത്തന്നെ പഠിക്കുക റസിയ. ചെവിന്റെ മോളില് ഫെവിക്കോളോണ്ട് ഒട്ടിച്ച് വെച്ചോണാണല്ലോ ഫോണി. ഉമ്മച്ചി ഓർമ്മ തോന്നുന്നു. റസിയ എന്നോട് ഫോൺ. ഉമ്മച്ചിനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്യുമ്പോ ഇങ്ങനെ ഇടക്ക് കയറി ബഹളം വയ്ക്കരുതെന്ന്. ഉമ്മച്ചി പറയും നോക്കാൻ എന്റെ ഫ്രണ്ട്സ് കേൾക്കൂലേ. ഇത്രയും വലിയ വഴക്കാളിയാണ് എന്റെ ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ ആർക്കാ അതിന്റെ കുഴപ്പം? അനക്ക് അല്ലാണ്ടായിരിക്കാം. ഈ പഠിച്ച് ജോലി വാങ്ങിയിട്ട് വേണോ ഈ കുടുംബം ഒന്ന് കര കയറാൻ. അന്റെ അഞ്ച റിസ്മോന്റെ മേലിൽ നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല. എന്റെ പേരിലും അധികം പ്രതീക്ഷയൊന്നും വേണ്ട. അതെന്താ ഈ അങ്ങനെ പറയണേ? ആർക്കാവും ഇങ്ങനെ മെനക്കെട്ടിരുന്ന് പഠിക്കേ? അല്ലെങ്കിൽ ഏതെങ്കിലും പൈസക്കാരൻ എന്നെ നിക്കാഴ്ച കൊടുത്താ മതി. അങ്ങനെ കെട്ടിച്ചയക്കാനാണെങ്കിലേ എന്നെന്തിനാ 4 ലക്ഷം നമ്മൾ പഠിപ്പിച്ചേ? ആ ഈ പോരൽ അടുക്കൾ പണിയും ചെയ്ത് ഇവിടെ കുത്തിരുന്നാ പോരേനോ? ഇവിടെ ഇരുന്നാലേ ഉമ്മച്ചിന്റെ ചേവിക്ക് സൗകര്യം തരുമോ? ആന്ന് അല്ലോ എന്റെ കോളേജിൽ മാഷ്മാരാ വരുന്ന. ഉമ്മച്ചി ഒന്ന് അടങ്ങിയിരുന്നേ. അയ്യോ ഇരിക്കാനും നേരമില്ല. റസിയ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നു. ചൊവ്വയിലേക്ക് പോകാനുള്ള ഓൺലൈൻ ടെസ്റ്റിൽ റസിയ പാസ്സായിരിക്കും. മെയിൽ കിട്ടിയപ്പോ കുട്ടിയെ നേരിട്ട് അറിയിക്കാൻ വന്നാ. ഇനി ചൊവ്വയെ പോകാൻ റെഡി ആയിക്കോ. ചൊവ്വയിലേക്ക് പോവാനോ? അത് കണ്ണൂരല്ലേ? ആടെ പണ്ടാരല്ലേ? മേലെ ചൊവ്വയില്ലേ മൂസക്കായിന്റെ വാപ്പന്റെ പെങ്ങളെ മോളുണ്ട് സഫിയാന്ന് പറഞ്ഞിട്ട് ഓളെ ആടുക്കാ കല്യാണം കഴിച്ചേ. ഉമ്മച്ചി ഇത് കണ്ണൂരിലെ ചൊവ്വില്ല, ഇത് ശരിക്കുള്ള ചൊവ്വ ഗ്രഹം. ആടെന്റെ ആരാള്? അവിടെ ആരുമില്ല, മനുഷ്യരാരും ഇല്ല. ചൊവ്വയിലേക്ക് കുറച്ചു പേര് അയക്കുന്നുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞാലേ പോകാൻ പറ്റൂ. മാസ് വൺ മിഷൻ എന്ന അന്താരാഷ്ട്ര ദൗത്യമാണ്. മനുഷ്യൻ പണ്ട് ചന്ദ്രനിൽ പോയില്ലേ, അതുപോലെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോവാണ് നമ്മുടെ റസിയ. സെലക്ഷന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, റസിയ പാസ്സായി. അല്ലെങ്കിൽ ഉഞ്ച മോളല്ലേ, ഉഞ്ച ബുദ്ധിയാമാസയൊക്കെ കിട്ടിയേ. അല്ല ഈ ചൊവ്വയിലേക്ക് വിമാനത്തിൽ പോയാൽ ഒരു ദിവസം കൊണ്ട് കാടെത്തൂലേ? ദുബായ്ക്കൊക്കെ വെറും 3.5 മണിക്കൂർ എന്നാ പറഞ്ഞേ ദിസുമന്റെ മോൻ. അതാണ് ഉമ്മച്ചിന്റെ ബുദ്ധി. ഉമ്മച്ചി ചൊവ്വ എത്ര അകലെയാണ്. ഉമ്മച്ചി ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണാനല്ലേ അത്രയും ദൂരത്താ. അപ്പൊ ആകാശത്താവും ചൊവ്വള്ളേ? അപ്പൊ നമുക്കൊരു സംശയവും, ചൊവ്വയും ബുധനും വ്യാഴവും ശനിയും ഒക്കെ ആകാശത്താണ് ഉള്ളത്. അപ്പൊ തിങ്കളും ഞായറും വെള്ളിയും ഒക്കെ എടുക്കാ പോയത്? അനക്കറിഞ്ഞൂടെങ്കിൽ എന്റെ മാസ്മാരോട് ചോദിക്കി. ഞങ്ങളെ റസിയെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വന്ന കോളേജിൽ ഗംഭീരമായ അനുമോദന യോഗം സംഘടിപ്പിക്കണ്ടേ? വളരെ സന്തോഷം സാർ. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല മാസബാർ ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല. അയ്യോ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണ്ട. അപ്പൊ ശരി. എന്റെ കോളേജിലെ മാഷ്മാർക്ക് എമ്മണ്ടത്തരത്തിന് മറുപടി പറയില്ലല്ലോ പണി. നമ്മൾ ചോദിച്ചാൽ എന്തേത്ത ഒരു കുഴപ്പമോ? ആർക്കും തോന്നുന്ന സംശയമല്ലേ നമ്മൾ ചോദിച്ചേ? എന്റെ വലിയൊരു നേട്ടം അറിയിക്കാനാ മാഷുമാര് വന്നേ. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പൊട്ടത്തരം വിളമ്പണ്ടായിരുന്നു. അന്റെ നേട്ടത്തിൽ നമ്മൾ സന്തോഷണ്ടി. സന്തോഷം കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. മതി ഓവർ ആക്കണ്ട. സംശയോ വന്നിട്ട് നല്ല സംശയം അല്ല. ഇനി മോളെ ഈ ചൊവ്വയിലേക്ക് പറഞ്ഞയക്കുന്നത് കേട്ട്. ആ ഓളൊന്നും ചൊവ്വയിലേക്ക് പോയിട്ട് വരട്ടെ മെമ്പറേ. ഇന്ത്യയിലെ ടെസ്റ്റ് പാസ്സാവുന്ന 2ാമത്തെ കുട്ടിയാവള്. അതൊരു ചെറിയ കാര്യ. നാട്ടിലൊക്കെ സ്വീകരണം ഏർപ്പെടുത്തണ്ടേ? അല്ല അത് നല്ലതാ. അപ്പൊ 4 ആൾ അറിയാൻ ചെയ്യൂ. നമ്മളെ പേരും പെരുമയൊക്കെ ഒന്ന് കൂടുകയും ചെയ്യല്ലോ. 4 ഫ്ലെക്സ് അടിച്ച് തൂക്കണം. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ വരെ ഫ്ലെക്സ് അടിച്ച് തൂക്കുന്ന നാടായത്. റസിയന്റെ നല്ല 4 ഫോട്ടോ എടുത്ത് അതൊക്കെ നമ്മളെ മോൻ റിസ്വാൻ ശരിയാക്കി തരും. 4 അല്ല 40 ഫോട്ടോ വേണേ തരൂ. പിന്നെ ആ ഫ്ലെക്സിൽ നമ്മളെ പേര് വെക്കണം കേട്ടോ. MAT മൂസന്റെ മോള് റസിയ ചൊവ്വയിലേക്ക് നിറഞ്ഞിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ പോയതുപോലെ റഷ്യ ചൊവ്വയിലേക്ക് എന്ന് വേണം വെക്കാൻ. അങ്ങനെ എഴുതിയാല് റസിയ മനുഷ്യന് കൊടുത്ത പെട്രോൾ അല്ലാന്ന് വിചാരിക്കും. അത് വായിക്കുന്ന വിവരമുള്ള മനുഷ്യന്മാര്. എന്നാൽ ചൊവ്വയിലേക്ക് പോകുന്ന MAT മൂസയുടെ മകൾക്ക് നാട്ടിന്റെ ഭഗത് സ്വീകരണം എങ്ങനെയുണ്ട്? അല്ല ചൊവ്വയിലേക്ക് പോണ ആൾക്ക് സ്വീകരണമാണ് യാത്രയപ്പല്ലേ കൊടുക്കുക? കുറെ നാളത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പോകൂ. അപ്പൊ യാത്രയൊക്കെ കൊടുക്കുക. ഇപ്പൊ ടെസ്റ്റ് പാസ്സായ സ്ഥിതിക്ക് സ്വീകരണം. അപ്പൊ നിങ്ങൾ 2 ആൾ കൂടി ഒന്ന് ഉത്സാഹിക്ക്, നമ്മള് കൂടെ ഉണ്ട്. മൂസ വലിയ ഗമിയായിരിക്കും. ചൊവ്വയിൽ പോകുന്ന മോളുടെ ഉപ്പല്ലേ, ഞങ്ങളൊന്നും മറക്കല്ലേ മൂസ. ഞമ്മളൊന്ന് ആലോചിക്കട്ടെ. മോള് ചൊവ്വയിൽ പോയിട്ട് ഞമ്മക്ക് കത്ത് ചെയ്തല്ലോ.
ആ കത്തൊക്കെ വായിച്ചിട്ട് അവിടുത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അവിടെ പോയി മീൻ കച്ചവടം ചെയ്യാൻ. മൂസ് എന്താ ഈ പറയുന്നത്? ചൊവ്വയില് മീൻ കച്ചവടം തുടങ്ങാൻ? അതെ, അവിടെ ഉള്ളവർക്ക് മീൻ ഇഷ്ടല്ലേ? എന്റെ മൂസ, അത് മനുഷ്യന്മാരില്ലാത്ത സ്ഥല. ആടേക്കെല്ലാം മനുഷ്യന്മാരൊക്കെ പോണേ, അപ്പൊ അവർക്ക് മീൻ വേണ്ടി വരൂലേ? ചൊവ്വയില് കുറെ ആൾക്കാർ പോയി തുടങ്ങിയാല് ഞാനും പോകും അവിടെ. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാനൊരു ട്രേഡ് യൂണിയൻ തുടങ്ങും. അതിനു മുമ്പ് ഞാനങ്ങെത്തും. സ്ഥലം കച്ചവടം തുടങ്ങുവേ. റിയൽ എസ്റ്റേറ്റ്. ചൊവ്വയില് ആൾപ്പാർപ്പില്ലാത്തോണ്ട് ഭൂമിക്ക് വില കുറവായിരിക്കും. ചൊവ്വയിലെ മണ്ണിന് ഭൂമി എന്ന് പറയൂല അമ്പുചാച്ച. എന്നാ ചൊവ്വ സ്ഥലം. അല്ല, എന്തായാലും നിങ്ങൾ ആ സ്വീകരണത്തിലുള്ള ഏർപ്പാട് ചെയ്യും കേട്ടോ. കുറച്ച് പൈസ ചെലവ് വരുന്ന കാര്യ മൂസേ. അതെ മെമ്പറേ, മോള് പോണ കാര്യം ഉറപ്പായാലേ പൈസ ഇങ്ങോട്ട് കിട്ടുന്ന കേൾക്കണേ. എത്ര ഡോളർ കിട്ടും? ഓള് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ $1,00,000 കിട്ടും. അപ്പോ സ്വീകരണ പരിപാടിക്ക് അഡ്വാൻസ് തന്നിട്ട് പോയി. അല്ല, പൈസ മീനായിട്ട് മതിയോ? എന്റെ മൂസേ, അല്ല, തരാം. എത്ര വണ്ടി വരും? തൽക്കാലം ഫ്ലെക്സ് അടിക്കാൻ 1500. 500 കുട്ടിപ്പറ. 2000 റുപ്യ. 3 ഫ്ലക്സ് അടിക്കാനല്ലേ 1500 മതി. നമ്മളെ സുലൈമാന്റെ വീട്ടിൽ അടിച്ചാൽ മതി. ഇതാ, വെച്ചോളി. ഞാൻ പോട്ടെ. ആ ഇപ്പൊ എങ്ങോട്ടാ പോണേ? അല്ല, കിട്ടാനുള്ള കിട്ടിയില്ലേ? ഇനിയിപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്താ? ആ ഇന്ത്യ പോക്കറ്റ് അല്ലേ? നീ കൈമേൽ വെച്ചോ. തടിയൊക്കെ വെച്ച് ആരാ ഇനി? റസിയയുടെ വീടല്ലേ? ആ, ഞാൻ ഓളെ ഉമ്മച്ചിയാണ്, ഫാത്തിമ CME. ഞാൻ മഹിള എന്ന വനിതാ മാസികയുടെ ഫീച്ചറിൽ നിന്നാ. പേര് മനോഹരൻ. നല്ല പേര്, ഇങ്ങക്ക് പറ്റാത്ത പേര്. അല്ല, ഇങ്ങക്ക് എന്തേതാ മാണ്ടിയേ? ഞാൻ ചൊവ്വയിൽ പോകുന്ന നിങ്ങളുടെ മകളുടെ ഫോട്ടോ എടുക്കാൻ വന്ന. ഫോട്ടോ എടുക്കുന്നത് നല്ലതാ. ചൊവ്വയിലേക്കല്ലേ പോകുന്നത്? ആ, ഓളെ കൊറേ ഫോട്ടോ ഇവിടെ റിസ്മോൻ എടുത്ത് വെച്ചിക്കണേ, നാട്ടിൽ മുഴുവൻ ഫ്ലെക്സ് തൂക്കാൻ വേണ്ടിട്ട്. അങ്ങനെ മറ്റുള്ളവർ എടുക്കുന്ന ഫോട്ടോയൊന്നും മഹിളാ മാസിക സ്വീകരിക്കൂല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. ഞാനൊരു ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടറും കൂടിയാണ്. 2 in 1. കണ്ടാ പറയൂലട്ടോ. അന്നെ ഫോട്ടോ എടുക്കാൻ മനോഹരൻ മനോഹരൻ വന്നിക്കണേ. ഞാൻ ചുരിദാർ മാറ്റിട്ട് വരാം. ഓൾക്ക് ഉടുപ്പ് മാറ്റിയിട്ട് വരാം. ശരി, വേഗം വരണം. ഓ, ആ കോള് വേഗം വരൂ. എന്താ പാത്തോ അന്റെ മോളെ പറ്റി നാട്ടുകാർ പറയുന്നേ? ഓള് സായിബുമാരുടെ കൂടെ പോവാണെന്ന് പറയുന്നേ കേട്ടല്ല? നേരാ? ആരെങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ? കണ്ട സായിബുമാരുടെ കൂട്ടത്തിലെ ചൊവ്വയിലേക്കും ബുധനിലേക്കും പോകുന്നു. അവിടെ കണ്ട ലോഡ്ജിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കാന്ന അവളെ വിചാരം. എന്ത് ധൈര്യത്തിലാ പൊട്ടിത്തെറിക്കാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിനെ നിങ്ങൾ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയി ആക്കുന്നത്? ഓളോളെ മാസുമാരൊപ്പരാ പോണത്. കോളേജിൽ നിന്ന് എക്സ്കർഷന് പോണോണ്. ചൊവ്വയിലേക്കോ? എക്സ്കർഷന് പോവാനോ? നിങ്ങൾ എന്താ ഈ പറയണേ? ആ, അത് ശരി. ഊട്ടിയിലേക്കും മൈസൂരേക്കും ഒക്കെ എക്സ്കർഷന് പോവാ. ചൊവ്വയിലേക്ക് മാത്രം പോയിക്കൂടല്ലേ? ഇങ്ങനെ പൊട്ടത്തരം പറയില്ലേ? ആഹാ, എന്റെ പേര് പോലെ മനോഹരം. എന്തി ഈ ചൊവ്വ സഞ്ചാരി മനോഹരാണെന്ന് പറയാം. ആ മാണ്ടട്ടോ മനോഹരം, അങ്ങോട്ടൊക്കെ ആ വിട്ടാല്. ഹലോ, സത്യത്തിൽ ഒരു ഉമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു പേടിയൂല്ലേ? പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഒരു ഗ്രഹത്തിലേക്ക് മകളെ തനിച്ചു പറഞ്ഞയക്കാൻ? ഞമ്മക്ക് നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ് പാരമ്പര്യം. ഞങ്ങൾക്ക് അഭിമാനമുള്ളൂ, ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഇന്നാടെ കള്ളന്മാരില്ല, പിടിച്ചു പറിക്കാരില്ല, പിന്നെ ഞങ്ങളമാര് 10-14 സെക്കൻഡ് തുറച്ചു നോക്കണ ആണുങ്ങളും ഇല്ല. പിന്നെ എന്തിനപ്പ പേടിക്കണില്ലേ? ശരി ചേച്ചി, നമുക്ക് ഫോട്ടോ എടുക്കാം. റസിയ, ചിന്നപ്പി, ചിൻഡൗണി, ഷോൾഡർ അപ്പി, ഐസ് ഓപ്പണി. കണ്ടു തുറക്കണ്ട. ഓക്കേ. ഇനി ഉമ്മ അല്ലോ, ഞാൻ ഈ കുപ്പായൊക്കെ ഒന്ന് മാറിയിട്ട് സാരിയൊക്കെ ഒന്ന് ഉടുത്തിട്ട് വരെ 4 ആൾക്കാർ കാണണല്ലേ മോനെ. തേങ്ങ എത്ര അരച്ചിട്ടെന്താ താളല്ലേ? പിന്നെ നിങ്ങൾ വലിയ വർത്താനം പറഞ്ഞു വരുന്നേ. നിങ്ങൾ ഡ്രസ് മാറണമെന്നില്ല. ഡയറ്റ് ക്ലോസ് ഫോട്ടോ അല്ലേ? ഒന്ന് ചേർന്നാ മതി. മോനെ തട്ട മാത്രം. ഇത് കളർഫുൾ ആണോ? റസിയ, ഒന്ന് ഇങ്ങനെ പിടിപ്പിച്ചോ. ഞങ്ങള് ഫോട്ടോ അല്ലേ എടുക്കണേ? വലിയ പിന്നെ കണ്ടാത്തൊന്നും ചൊവ്വയിലേക്ക് ആദ്യമായിട്ട് പോണവരാണ്. ചൊവ്വയിലേക്ക് ഇതിനു മുമ്പ് ആരാ സതീഷുമ്മ പോയേ? എത്ര ആൾക്കാര് പോണ്ട്. ഇങ്ങക്കറിയാത്ത എന്റെ കുറ്റ. എന്ത്
എന്താണ് കദീസും അങ്ങനെ കൊണ്ട് വല്ലാത്തൊരു തൊല്ലയാണല്ലോ. കുരിപ്പിനൊരൊറ്റ കുത്തണം. അതിന് പിരാന്താ മക്കളെ. പുരയിലേക്ക് ഒരാള് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും. അയൽവാസിയല്ലേ, നല്ലോണം നിക്കണ്ടേ. ചൊവ്വയിലേക്കൊക്കെ പോണ ആൾക്കാരല്ലേ ഇവിടെ ഉള്ളൂ. ഒന്നുകൂടി എടുക്കും മോനെ, സമാധാനത്തിൽ എടുക്കണം. ചിരിച്ചോളൂ. ഉമ്മച്ചിയെ, ദാ, ഇത് കണ്ടോ നിങ്ങള്? എന്തേതാ? മഹിളാ മാസികന്റെ അകത്ത് താത്താന്റെ ഫീച്ചർ ഉണ്ട്, ഇത് നോക്ക്. ഉമ്മച്ചിന്റെ മോന്ത ഉണ്ട്, ഇതാ ഇവിടെ. നോക്കട്ടെ. ഉം. ചെറിയ ഫോട്ടോ ആണെങ്കിലും നല്ല മൊഞ്ചുള്ള ഫോട്ടോ ആണല്ലോ. ഞങ്ങൾ ഉമ്മച്ചി മോളാണെന്ന് കണ്ടാ പറയൂ റിസ്മോനെ? ഉമ്മ പറയില്ല, ബാക്കിയുള്ളവരെല്ലാം പറയും. ചൊവ്വയിലേക്ക് നേരെ ചൊവ്വേ റസിയ. ആഹാ മനോഹരം. ഫോട്ടോ നോക്കണ്ട, എന്തെന്ന് എഴുതി വെക്കുന്നു, വായിച്ചു നോക്ക്. ചൊവ്വയിലേക്കുള്ള തിരിച്ചുവരവില്ലാത്ത യാത്രക്ക് മലയാളി പെൺകുട്ടി ഒരുങ്ങുന്നു. മീൻ കച്ചവടക്കാരനായ മൂസയുടെ മകൾ റസിയാണ് മാസ് 1 മിഷന്റെ ദൗത്യത്തിനായുള്ള പ്രഥമഘട്ടം പൂർത്തിയാക്കിയത്. തിരിച്ചുവരവില്ലാത്ത യാത്ര എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇക്കാര്യത്തെ നമ്മളോട് മറച്ചു വെച്ചിരിക്കുന്നു. ഹലോ, അന്നപ്പോ ദുബായ് പോയിട്ട് ഇങ്ങോട്ട് പോരുന്നോട് പോരാൻ പറ്റൂല? പറ്റില്ല. പാലക്കാട്ടുകാരി ശ്രദ്ധയും ഈ മിഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവളെ പറ്റി മഹിളാ മാസികയിൽ പറഞ്ഞ ഫീച്ചറിൽ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചുവരവില്ലാത്ത യാത്രയാണിത്. അത് ശരി. എന്നാലേ ഓള് ഇവിടുന്ന് ഒരു ചൊവ്വയിലേക്ക് ഒരു വ്യായത്തിൽക്കും പോവില്ല. റസിയ, റസിയ, ആ എന്തിതാ അമ്മച്ചിയെ? അനക്ക് ചൊവ്വയിൽ പോയിട്ട് 3-4 ദിവസം ആടെ കൊന്ന് കറങ്ങിയിട്ട് അടുത്ത വിമാനത്തിൽ കൊണ്ട് പോന്നാലെന്തേത്താ? ആടെ കുടില് കെട്ടി താമസിക്കാൻ അന്റെ കെട്ടിയോൻ അങ്ങനെ ആടുണ്ടോ? എന്റെ ഉമ്മച്ചിയെ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ടെക്നോളജി നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ളൂ. അവിടെ പോയി തിരിച്ചു വരാനുള്ള ടെക്നോളജി അവിടെ ഇല്ല. അന്നപ്പോ അങ്ങോട്ട് പോകുന്ന വിമാനായിട്ട് ആവിയായി പോവുക? ഓ എന്റെ ഉമ്മച്ചി, വിമാനത്തിലല്ല റോക്കറ്റിലാ പോവാ. അത് ചൊവ്വയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ വാഹനം ചൊവ്വയിലെത്തി റോക്കറ്റ് വേർപെട്ടു പോവും. പിന്നെ ഞങ്ങളുടെ വാഹനം ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള റോക്കറ്റ് ഉണ്ടാക്കാനുള്ള സൗകര്യം ചൊവ്വയിലില്ല. അത് ശരി. തിരിച്ചു പറക്കാൻ വിമാനം ഇല്ലാത്ത നാട്ടിൽക്ക് ഇഞ്ചപ്പോള് പോണ്ട. എന്റെ ഉമ്മച്ചി, ഇത് ലോകത്തിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന അവസരാ. 4-5 കൊല്ലത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞ് ഞാൻ പോവും. പോയാ പിന്നെ ശിഷ്ടകാലം അവിടെ തന്നെ കഴിയും. നിക്കാഹാണ് ഉമ്മച്ചി ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ചൊവ്വേ പോണതാ? ഇത്താത്ത ഫോട്ടോ വെച്ചേ പത്രത്തിലൊക്കെ വലിയ ഫോട്ടോ വരില്ലേ, നമ്മളും ഫേമസ് ആവൂലേ. കോളേജിൽ പിന്നെ എനിക്കൊരു വെയിറ്റ് ഒക്കെ ആവും. ചൊവ്വേ പോയ പെൺകുട്ടിയുടെ ബ്രദർ എന്ന് പറഞ്ഞ് ഞാൻ അറിയപ്പെടില്ല. എന്തേ അനക്കങ്ങനെ വെയിറ്റ് കൂടാൻ വേണ്ടിട്ട് ഓളോളെ ജീവിതം കൊണ്ട് കളിച്ചോട്ടെ നെയ്യ് പറയണേ. നമ്മൾ എന്താണെങ്കിലും ഈ കാര്യത്തിന് സമ്മതിക്കൂല. നമ്മൾ മാത്രമൊന്നല്ല, മൂസക്കായിന് സമ്മതിക്കൂല, സമ്മതിക്കൂല, സമ്മതിക്കൂല. അല്ല പിന്നെ ഓരോരോ ഒക്കമല കാര്യം കൊണ്ട് വരുന്നേ. ചൊവ്വയിലേക്ക് തിരിച്ച് വിമാനം കൂടി പറഞ്ഞ് ഈ മാസിക ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കേ. എന്നാ പിന്നെ ഈ നേരത്തെ പറയണ്ടേ ഉമ്മച്ചി ഉപ്പച്ചിയും കാണിക്കണ്ടെന്ന്? ആന്ന് ഇനി ഉപ്പച്ചി കണ്ടിട്ട് ഇതിനു വേണ്ടി കോലാഹലം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ ഇത് കൊണ്ടേ ഒളിപ്പിച്ചു വെക്കാൻ പോവാ. ഓ, വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇതൊക്കെ എടുത്ത് കഴിക്കാം. എന്തേതാണിത്? ഉമ്മച്ചിന്റെ കൈയുണ്ടോ? ഞാൻ പിന്നെ വിളിക്കാം. മിസ് റസി അല്ലേ? ആ ഞാൻ മാസ് 1 മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ആ സംഘത്തിലെ ഏക മലയാളി. നമ്മൾ മലയാളികൾ വേണം എവിടെയും ആദ്യം പോകാൻ, ദുബൈയിലായാലും ചൊവ്വയിലായാലും. റസിയ മലയാളി ആയതുകൊണ്ട് ഞാൻ ചില ടിപ്സ് തരാൻ വന്നാണ്. എന്ത് ടിപ്സ്? ഇപ്പോൾ നടന്നത് ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഇനി 2ാം ഘട്ട പരീക്ഷ കുറച്ചുകൂടി കടുത്തതായിരിക്കും. അല്ല, 2ാം ഘട്ടത്തിൽ എഴുത്ത് പരീക്ഷ ഉണ്ടോ? റസിയ താമസിക്കാൻ പോകുന്നത് വെള്ളവും ഓക്സിജനും ഇല്ലാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ അതിനനുസരിച്ച് മനസ്സിനെയും ശരീരത്തെയും മെരുക്കണം. കഠിനമായ ചില പരീക്ഷണത്തിലൂടെ റസിയെ കടന്നു പോകേണ്ടതുണ്ട്. അല്ല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? 2ാം ഘട്ടത്തിൽ റസിയെ അവർ വിദേശത്തേക്ക് വിളിപ്പിക്കും. എന്നിട്ട് തനിച്ചൊരിടത്ത് പാർപ്പിക്കും. ആരോടും സംസാരിക്കാൻ സമ്മതിക്കില്ല. മൊബൈലും ഇന്റർനെറ്റും ഉൾപ്പെടെ ഒരു സൗകര്യവും തരില്ല. പുറം ലോകവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ സമ്മതിക്കില്ല. വീട്ടുകാരോട് പോലും മിണ്ടാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഒറ്റ കിടന്ന് ഉറങ്ങണ്ടേ? അതെ. ഹലോ, ഇപ്പൊ ഒറ്റ കിടന്ന് ഉറങ്ങാൻ എനിക്ക് പേടിയാ. അങ്ങനെ പേടിച്ച ചൊവ്വയിൽ പോയി എങ്ങനെ താമസിക്കും? അല്ല, എനിക്ക് ഭക്ഷണമൊക്കെ ആരാ കൊണ്ടുതരാ? നിങ്ങൾ തനിച്ച് താമസിക്കുന്ന ആ കാലയളവിലുള്ള ടിൻ ഫുഡ് റസിയക്ക് ഒരുമിച്ച് തരും. ഈ ബിസ്ക്കറ്റ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ തരൂ.
അതോ അപ്പൊ എനിക്ക് ബിരിയാണി നെയ്ച്ചോറ് തിന്നാൻ പറ്റില്ല? ഈ ചൊവ്വയിൽ ആര് തരാനാ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ? ഒറ്റയ്ക്ക് അങ്ങനെ താമസിച്ചാൽ എനിക്ക് വല്ലാതെ ബോറടിക്കും. മൊബൈലും ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാതെ എങ്ങനെ ഒറ്റ കഴിയാ? അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമ്പോഴുള്ള റസിയയുടെ മനക്കരുത്ത് തിരിച്ചറിയാൻ മുറിയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരിക്കും. എന്നിട്ട് അവരെവിടെയെങ്കിലും ഇരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അല്ലോ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ ആരെയും കാണൂലേ? കരയാൻ പാടില്ല. കരഞ്ഞാൽ ചൊവ്വാ ദൗത്യത്തിൽ നിന്നും ഔട്ട്. അവസാന ഘട്ടം വരെ വിജയിക്കുന്ന 20 പേരെ മാത്രമേ ചൊവ്വയിലേക്ക് കൊണ്ടുപോകൂ. അത് ഓർമ്മ വേണം. അതിനുള്ള പരിശീലനം ഇപ്പോഴേ തുടങ്ങണം. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇന്നു മുതൽ റസിയുടെ മുറി മാസ്റ്റർ മെഷീന്റെ പരീക്ഷണ മുറിയാണെന്ന് വിചാരിക്കണം. ഓ, അത് ശരിയാ. അപ്പൊ ഇന്ന് മുതൽ എന്റെ മുറി ഒരു പരീക്ഷണ മുറിയല്ലേ? പരീക്ഷണത്തിന്റെ പ്രോഗ്രസ് എന്റെ ഇമെയിലൂടെ അറിയിക്കണം. ഇതാ കാർഡ്. ഓക്കെ, ബൈ. ഈ ചന്ദ്രനിൽ സ്പേസിലൊക്കെ പോകുന്നവര് അടുക്കളയിൽ മീൻ പൊരിച്ചതിന്റെ മണം. എന്റെ പരിശീലനം കഴിയുന്നവരെ ഇപ്പൊ ഒരേലും മീൻ പൊരിക്കാൻ പാടില്ല എന്ന് ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞില്ലേ? ഇതിപ്പോ എന്റെ വ്രതം തെറ്റിക്കാൻ വേണ്ടിട്ട് മീൻ പൊരിച്ചതിന്റെ മണം വരുത്താ. അങ്ങനത്തെ പട്ടിണി എടുക്കണേ. എന്തെങ്കിലും വായിക്ക് രുചിയുള്ള കഴിച്ചോട്ടെ. ഉമ്മച്ചേ അത് നടക്കൂല. ഇത്താത്ത കഠിനമായിട്ടുള്ള പരിശീലനത്തിലാണ്. ഉമ്മച്ചായിട്ട് തന്നെ ഒരു തടസ്സം ഉണ്ടാക്കുന്നത് ഞാൻ പറയൂ. ഈ വിദേശത്ത് പരിശീലനം നടക്കുമ്പോൾ മാത്രം മതി ഉണ്ണാവൃതം. എപ്പം എന്തേലും നിന്നോട്ടെ. ഉപ്പച്ചേ, ഒരാള് വ്രതത്തിലായിരിക്കുന്ന സമയത്ത് അത് മുറിക്കുന്നത് ശരിയാണോ? ഉപ്പച്ചി പറയും. അല്ല, അത് ശരിയല്ല. അത് തന്നെയാ ഞാനും പറഞ്ഞു ഉമ്മച്ചേ. ഒരുമിച്ച് ഓടാൻ പരിശീലനം നടത്തുന്ന ആളോട് ഓടണ്ട, ആടെ നിൽക്കുന്ന പറയുന്ന പോലെയാണ് ഇതു. തിന്നേം കുടിക്കുകയും ചെയ്യാണ്ട് ഓള് മയ്യത്തായി പോവില്ലേ? അതാ നമ്മളെ പേടി. അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? 4 ദിവസം പട്ടിണി കിടന്നാൽ ആരും മെച്ചെന്ന് പോലാ. എന്നാലും ഓളെ കാര്യം ആലോചിക്കുമ്പോഴേ ചങ്കുന്നൊരു കാളല്. തിരിച്ചു വരാത്ത യാത്രക്ക് ഓളെ പറഞ്ഞേക്കണ്ടെന്നാണ് ഞങ്ങളെ രണ്ടാളെയും തീരുമാനല്ലേ മുസക്കായി? ആ, അതുകൊണ്ട് ഈ പരിശീലനത്തിൽ ഓള് തോൽക്കണം എന്നുള്ള ഞങ്ങൾ ആവശ്യ. ചൊവ്വയിലെത്തിയിട്ടേ ഓള് ഓളെ കൂട്ടുകാരുടെ ഒരു റോക്കറ്റിലും കൂടെ തിരിക്കുന്നതാണ് ഓള് നമ്മളോട് പറഞ്ഞേ. എന്റെ ഉപ്പച്ചേ, ഈ റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലാസ് ഇങ്ങനെ ചുറ്റിണ്ടാക്കുന്ന വിമാനം പോലെയാണ് ഞങ്ങൾ വിചാരം. അല്ല റിസ്മോനെ, ഓളെ ചൊവ്വയിലേക്ക് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഈ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും പിന്നെ മാസ് ഫണ്ട് മിഷൻ കിട്ടുന്ന ലക്ഷക്കണക്കിന് ഡോളേഴ്സ്. അതുകൊണ്ട് ഞാനങ്ങ് പറക്കും അങ്ങ് അമേരിക്കയിലേക്ക്. അവിടെ ഹോളിവുഡ് ചെന്നിട്ട് ഞാൻ സിനിമ പിടിക്കും. അന്റെ പൂതി കൊള്ളാം. അതിനു വേണ്ടി ഇത്താത്തന്റെ ജീവിതം പണയം വെക്കണോ അല്ലേ? നമ്മൾ ഇത്താത്താനെ ചൊവ്വയിലേക്ക് നേർന്നൊന്നുമല്ലല്ലോ, ഇത്താത്ത സ്വയം തിരഞ്ഞെടുത്തല്ലേ. എന്റെ ഉപ്പച്ചേ, ഈ കുടുംബത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഇത്താത്തയായിട്ട് നമുക്ക് കൊണ്ടു തന്നത്. ഇത്താത്ത തെരഞ്ഞെടുക്കപ്പെട്ട കിട്ടുന്ന ഡോളർ കൊണ്ട് നമുക്ക് വീടൊക്കെ ഒന്ന് പുതുക്കി പണിയും ചെയ്യാം. എന്നാ പിന്നെ അതൊക്കെ കൊടുക്കണ്ടല്ലേ? വേണ്ട, നിങ്ങൾ എടുക്കിങ്ങളത്. വല്ലാത്തൊരു മിണുങ്ങലായി പോയില്ല റിസ്മോനെ. തിന്നോട്. ഇത്തിരി കറി എടുത്ത് വെച്ചു അല്ലേ ചങ്ക് തട്ടു. മതി. മൂസ അല്ല, മൂസ മറന്നോ? ഇന്ന് വൈകിട്ട് റസിയക്കുള്ള സ്വീകരണം. അതിനുള്ള പൂച്ചണ്ട് പൂമാലയൊക്കെ ആയത്. അതുവരെ വാടി പോകാതെ വെള്ളം കുടഞ്ഞു ഇവിടെ വെക്കണം. റസിയനോട് നല്ല ഒരുക്കാൻ പറയും. ചാനലുകാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചാനലുകളുടെ വെള്ളി വെളിച്ചത്തിൽ റസ്യം മിന്നി തിളങ്ങട്ടെ. പിളവിള മിന്നുന്ന ഉടുപ്പ് കിട്ട് വരാൻ പറയൂ. ഓളേ
പരിശീലനം എന്നും പറഞ്ഞിട്ട് 4 ദിവസമായിട്ട് മുറി അടച്ചിട്ട് കുട്ടി കുത്തിരിക്കുക. റസിയ റസിയ ഡേ ആരൊക്കെയാ വന്ന നോക്ക്. ഡേ വായിലോർക്ക് ആരൊക്കെയാ വന്ന നോക്ക്. മെമ്പറും അമ്പേട്ടനൊക്കെ വന്നിക്കണേ മോളെ. ഉപ്പച്ചേ എന്തേ കാണിക്കണേ? ഇത്താത്ത പരിശീലനത്തിൽ വിജയം കാണാൻ പോവാ. 4 ദിവസമായി ഇമ്പളോടൊക്കെ ഒന്ന് മിണ്ടിയിട്ട് 4 ദിവസമായി ഇമ്പളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഇതുവരെ ഇത്താത്തയായിട്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് മോനെ പറഞ്ഞത്. ഓക്ക് എന്തെങ്കിലും പറ്റുമെന്നറിയണമെങ്കിൽ ഇതൊന്നും തുറന്നു നോക്കണ്ടേ. ഉപ്പച്ചേ നിങ്ങളൊരു ചരിത്രമാവാൻ പോകുന്ന ഒരു പരീക്ഷണത്തെയാണ് തടസ്സപ്പെടുത്താൻ പോകുന്ന ഓർത്തോളി. പോടാ ചെക്ക അവിടുന്ന്. മോളെ വായിലോർക്ക് മോളെ. തുറക്കേണ്ടി വരുമോ? വല്ലാത്തൊരു മനസ്സുറപ്പുള്ള പെണ്ണാണത്. ഓള് വിചാരിച്ചോണ്ട് നടത്തൂ. കണ്ടില്ലേ എത്ര മുട്ടിട്ടും തുറക്കാത്തത്? വലിയ ഉറപ്പില്ലാത്ത വാതിലല്ലേ ഇത്? ഞാനും തട്ടിയ അതും കൂടി പൊട്ടി തുറന്നു നോക്കി. റസിയ ഹലോ, നീലാം സ്ട്രോങ് ആണോ? ഞാൻ ചൊവ്വെന്നാ വിളിക്കുന്നത്. അല്ല, നിങ്ങൾ ചന്ദ്രനുണ്ടോ? ഇതൊന്ന് രക്ഷിക്കണം. ഭൂമിയിലേക്കൊന്ന് കൊണ്ടുപോകണം. ഇവിടെ വെള്ളവും വെളിച്ചവും ഇല്ല, ഓക്സിജൻ പോലും ഇല്ല. ഒക്കെ വേണ്ടാന്ന് വെക്കാം. മൊബൈലും വാട്സാപ്പും പൊരിച്ചമീനും ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റൂല. മോളെ മോളെ റസിയ. നീലാം സ്ട്രോങ്ങേ. അല്ല എന്റെ ഉപ്പയാണ്. ഓ, ഉച്ചെങ്ങനെ ചൊവ്വയിൽ വന്ന്? നമ്മള് നേരെ ചൊവ്വ വന്നതാണ്. ഇതൊക്കെ പറ്റിയ പണിയല്ല. ഈ മാലയും പൂച്ചണ്ട് സ്വീകരണമൊക്കെ വെള്ളത്തിലായി. ഇന്റെ 1500 എന്റെ 500 പ്ലീം. ഏതാണെങ്കിലും ഓൾ ഇക്കാര്യത്തിന് വേണ്ടിട്ട് 3-4 ദിവസം പട്ടിണി കിടന്നില്ലേ? മൊബൈൽ ഉപയോഗിക്കാണ്ടെന്നില്ലേ? അതിന് ഓക്ക് എന്നെ കൊടുക്കണം. പിടി. ഞാനിതാ ഭൂമിയിൽ തിരിച്ചെത്തിയേ.